കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് വ്യാപാര മേഖലയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഓണം നമ്മൾ അടിച്ചു പൊളിച്ച് കൊണ്ടാടി. ഓണാഘോഷം സംബന്ധിച്ച് ആദ്യം വരുന്ന റിപ്പോർട്ട് എത്ര ആളുകൾ മദ്യപിച്ചു, എത്ര കോടിയുടെ മദ്യം വിറ്റു എന്നാണ്. ഈ ബീവറേജസിലെ അവിടുത്തെ ജീവനക്കാർക്ക് കൊടുത്ത ബോണസിനെ കുറിച്ചൊക്കെയാണ് മാധ്യമങ്ങളിൽ വലിയ വാർത്ത വരിക. വലിയ വലിയ ജിജ്ഞാസയോടെ ആളുകൾ അത് വായിക്കുന്നതും കേൾക്കാം. എന്നാൽ ഈ കള്ളുകൂടി മാത്രമല്ല ആഘോഷങ്ങൾക്ക് മനുഷ്യരെ സന്തോഷിപ്പിക്കുന്നത്. അത് ചെറിയൊരു വിഭാഗമാണ് അതിൻ്റെ പുറകെ പോകുന്നത്. മനുഷ്യർ ഒത്തിരി വ്യാപാര മേഖലയിൽ ഒത്തിരി കാര്യങ്ങൾ ഈ ആഘോഷ മേഖലയിൽ കടന്നു വരുന്നുണ്ട്. വസ്ത്രം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഫർണിച്ചർ, ഗോൾഡ്, അങ്ങനെ എല്ലാ മേഖലയിലും വലിയ വ്യാപാരമാണ് നടക്കാറ്. എല്ലാ മേഖലയിലും ഇത്തരത്തിൽ ആളുകൾ വളരെ സംതൃപ്തിയോടുകൂടി ഉപഭോക്താക്കൾ ഇന്ന് പഴയതുപോലെയല്ല. ഓരോ ഗ്രാമങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം മൊത്തം ഒരു നഗരമായി മാറിക്കഴിഞ്ഞു. പണ്ട് നമ്മൾ വസ്ത്രം, ഒരു കല്യാണത്തിനൊക്കെ വസ്ത്രം കൊടുക്കാൻ ആളുകൾ കോഴിക്കോടും കൊച്ചിയിലും കോയമ്പത്തൂരൊക്കെ പോയിട്ടുണ്ട്. ഇന്ന് അതാത് നാടുകളിൽ എല്ലാ ബ്രാൻഡുകളും നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അത്തരം ഒരു വളരെ വിപുലമായ ഒരു വ്യാപാര ശൃംഖല കേരളത്തിലുടനീളം വളർന്നു. കണ്ണൂരിലും കണ്ണൂർ ജില്ലയിലെ പ്രാന്തപ്രദേശങ്ങളിലും വളർന്നു കഴിഞ്ഞു. അപ്പോൾ എന്താണ് കഴിഞ്ഞ ഓണം വ്യാപാര മേഖലയിലുണ്ടായ ഒരു മുന്നേറ്റം? എന്താണ് ഉപഭോക്താക്കളുടെ ഒരു മനസ്സെന്താണ്? വ്യാപാരികൾ ഈ ഒരു കാലഘട്ടം, ഈ ആഘോഷത്തിൻ്റെ കാലഘട്ടം അവരെങ്ങനെ മുന്നോട്ട് പോയി? നമ്മളായിട്ട് നിരന്തരം കോർപ്പറേറ്റുകളെക്കാൾ ഈ സാധാരണ ബ്രാൻഡുകളൊക്കെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. അവരുടെ ഒരു മനസ്സറിയാനാണ് നേർരേഖ ഈ എപ്പിസോഡിൽ ശ്രമിക്കുന്നത്. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രമുഖരായ 3 പേർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. ഒന്ന്, ടെക്സ്റ്റൈൽ അസോസിയേഷൻ്റെ ഭാരവാഹി കൂടിയായ ഗ്രാൻഡ് തേജസിൻ്റെ ചെയർമാൻ കെ അഷ്റഫ്. അദ്ദേഹത്തിൻ്റെ 3 സ്ഥാപനങ്ങൾ കണ്ണൂരിലും തളിപ്പറമ്പിലും തലശ്ശേരിയിലുമുണ്ട്. അതുപോലെ തന്നെ തൊട്ടുപ്പുറത്തുള്ളത് ഹോട്ടൽ മേഖലയിലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് രംഗത്തും നമ്മുടെ പല യന്ത്ര സാമഗ്രികൾ നിർമ്മിച്ച് നൽകുന്ന കമ്പനികളുടെയൊക്കെ ഉടമയും നമ്മുടെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ സജീവ പ്രവർത്തകനുമായ ശ്രീ കെ പ്രദീപ് നമ്മോടൊപ്പം ചേരുന്നു. അതുപോലെ മഹാറാണി ജ്വല്ലറി ഗ്രൂപ്പ്, അത് ഗോൾഡ് മർച്ചൻസ് അസോസിയേഷനിലെ അംഗമാണ് അദ്ദേഹം. മഹാറാണി ഗ്രൂപ്പ് ഏകദേശം അരനൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സുജയ് കല്ലറക്കൽ. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്ക് വസ്ത്രങ്ങളിൽ നിന്ന് തുടങ്ങാം. വർണ്ണമാണല്ലോ എപ്പോഴും മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. എങ്ങനെയുണ്ടായിരുന്നു കെ അഷ്റഫ് നമ്മുടെ കഴിഞ്ഞ ഓണക്കാല സീസൺ? ഈ ഏറ്റവും പുതുവസ്ത്രം ധരിച്ച് പോകുന്നതാണല്ലോ ആളുകൾക്ക് ഓണം എന്ന് പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഓണക്കച്ചവടമൊക്കെ? ഈ ഓണക്കാലം നല്ലൊരു ബിസിനസ്സാണ് തളിപ്പറമ്പിലും പയ്യന്നൂർ തലശ്ശേരി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതോടെ തന്നെ തളിപ്പറമ്പിൽ ഷോറൂം വിപുലീകരിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവാസ് മേത്തർ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് കല്യാണത്തിന് സാധനം എടുക്കാൻ പോവുക എറണാകുളം, കോയമ്പത്തൂർ, കാലിക്കറ്റ്, കൊച്ചിങ്ങൽ സ്ഥലങ്ങളിലാണ്. കോഴിക്കോട്. അതിനൊരു പരിധിവരെ തടയിടാൻ നമ്മളെപ്പോലുള്ള സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതേ ട്രെൻഡിലും അതേ ഫാഷനിലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നമ്മളത് കീപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യും, നിങ്ങൾ എറണാകുളം പോയിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഷോറൂം സന്ദർശിക്കുക, എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്താൽ മതി. അതുകൊണ്ട് ഒരു പരിധി വരെ നമുക്കത് തടയിടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തളിപ്പറമ്പിനെ സംബന്ധിച്ചോളം ജ്വല്ലറിൻ്റെ ഒരു ഷോട്ടാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. തളിപ്പറമ്പിൽ ജ്വല്ലറിൻ്റെ ഒരു ഷോട്ട് എന്തായാലും ഉണ്ട്. ഒരു മെയിൻ ജ്വല്ലറി ഒന്നുമില്ല. അപ്പം അതിൻ്റെ ഒരു പോരായ്മ ഇപ്പം നമുക്ക് കാണുന്നുള്ളൂ. പിന്നെ ഒന്നാമത് പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് തളിപ്പറമ്പിൽ. ഭയങ്കരമായിട്ടാണ്. നമുക്ക് പാർക്കിംഗ് ഉണ്ട്, എന്നാലും ആർക്കും പെട്ടെന്ന് വന്ന് കയറി ഇറങ്ങാനുള്ളൊരു ഏകദേശമുള്ള സ്ഥലമില്ല. മുനിസിപ്പാലിറ്റി അവർ ആലോചിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പാർക്കിംഗ് ആക്കാൻ പറ്റും. ഈ തളിപ്പറമ്പും പയ്യന്നൂരും തലശ്ശേരിയിലും 3 സ്ഥലത്തല്ലേ നിങ്ങളുടെ ബ്രാഞ്ചുകളുള്ളത്? എങ്ങനെയാണ് ഈ സ്ഥാപനങ്ങളുടെയൊക്കെ ഇത്തവണത്തെ 3 സ്ഥലത്തും നല്ല മൂവ്മെന്റ് ഉണ്ടായിരുന്നു? ജനങ്ങളുടെ ഒരു മനസ്സെങ്ങനെയായിരുന്നു? ജനങ്ങളുടെ തലശ്ശേരിയിൽ നല്ല ബിസിനസ്സാണ് കിട്ടിയത്. അതിന് നമ്മളെ ബിസിനസ് ഞങ്ങൾ സ്ഥാപനമായിട്ടാണ് കോമിറ്റ് ചെയ്യുന്നത്. നമ്മൾ വേറെ സ്ഥാപനമായിട്ടല്ല കോമിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്ഥാപനമായിട്ട് നിങ്ങൾ അതെങ്ങനെയാണ് സാധിക്കുന്നത്? അത് തളിപ്പറമ്പിൽ ഞാൻ മാനേജ് ചെയ്യുന്നു, തലശ്ശേരിയിൽ മകൻ മാനേജ് ചെയ്യുന്നു, ഇതാശാസ്ത്രം, പയ്യന്നൂർ കാലിത് മാനേജ് ചെയ്യുന്നു. നിങ്ങൾ തമ്മിലാണ് മത്സരം. അതൊരു പുതിയ ട്രെൻഡാണല്ലോ. നമ്മൾ ടാർഗറ്റ് ആ ടാർഗറ്റ് നമ്മൾ ഫില്ല് ചെയ്യും. അതാണ് ബിസിനസ് രംഗത്ത് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. വേറെയുള്ളവരെന്ത് ചെയ്യുന്നു, അവരെന്താ, അത് നമ്മൾ ആലോചിക്കുന്നില്ല. നമുക്ക് തിരിച്ചു വരാം. നമുക്ക് സുജയ്, ഈ വസ്ത്രം പോലെ തന്നെ മനുഷ്യർ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് സ്വർണം. ഞാനൊക്കെ ഒരു 2000 രൂപ സ്വർണ്ണ പവനുള്ള എൻ്റെ ഓർമ്മയിലുണ്ട്. ഇന്ന് 1,00,000 കിടന്നു, 56 നിൽക്കുന്നു. എങ്ങനെയുണ്ട് ഈ ഓണക്കാലം സ്വർണ്ണാഭരണ മേഖലയിലെ വ്യാപാരം?
ഈ സ്വർണത്തിൻ്റെ വിലകയറ്റം തീർച്ചയായും ഒരു പ്രതിസന്ധിയാണ് ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം. എന്നിരുന്നാലും നമ്മുടെ സാംസ്കാരിക രീതികളിൽ തന്നെ ഒരു സുപ്രധാന ഘടകമുള്ളൊരു ഉപകരണമാണ് സ്വർണം. എല്ലാവരും അത് തീർച്ചയായും ഏതൊരു വിവാഹം നോക്കിയാലും ഒരു കേരള ബ്രൈഡിൻ്റെ അത്ര സ്വർണം അണിഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ മൊത്തത്തിൽ വളരെ എന്നും ഇവിടെ ഒരു മൂല്യമുള്ളൊരു സാധനമാണ് സ്വർണം. എപ്പോ കൊടുത്താലും ആ ഫ്ലെക്സിബിലിറ്റി വില കൂടിയ സാധനമാണ്. ഇല്ല, ഇതിന്റെ ലിക്വിഡിറ്റിയാണ് അതിന്റെ ഏറ്റവും വലിയ. സാധാരണക്കാർക്ക് വലിയ ആളുകളൊക്കെ ഡയമണ്ട് ധരിക്കുന്നു, പ്ലാറ്റിനം ധരിക്കുന്നു, ഞങ്ങൾക്ക് ധരിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അവർ സ്വർണം തന്നെ വാങ്ങുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കാത്തത്? ഡയമണ്ട് ഏത് കടയിലും കൊണ്ട് വിൽക്കാൻ പറ്റില്ല, പ്ലാറ്റിനം ഏത് കടയിലും കൊണ്ട് വിൽക്കാൻ പറ്റില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ? അത് സ്വർണത്തിന്റെ ആ ഗ്ലോബൽ അക്സെപ്റ്റൻസ് എല്ലാവരും സ്വീകാര്യമായ ഒരു സാധനമാണ്. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഒരു വീട്ടില് ആവശ്യമുണ്ടെങ്കിൽ അത് അപ്പുറത്തെ വീട്ടിൽ പോയി സ്വർണം കൊടുത്തിട്ട് പൈസ മേടിക്കുന്ന ഒരു പാരമ്പര്യം തന്നെ നമുക്കുണ്ട്. അതുമാതിരി പണയം വെക്കാം, ഇത് എപ്പോ വേണമെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യാം. പറ്റില്ല. അത് ലിക്വിഡിറ്റി ഇല്ല. ഇപ്പൊ ആഗോളതലത്തിൽ നോക്കിയാലും സ്വർണത്തിന് ലഭിക്കുന്ന ലിക്വിഡിറ്റി ഒന്നിനും ഇല്ല. ഈവൻ ഗവൺമെന്റ്സ് പോലും അവരുടെ ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഒക്കെ ഒരു ഭാഗം സ്വർണത്തിലാണ് സൂക്ഷിക്കുന്നത്. അപ്പൊ ഈ പ്ലാറ്റിനം ഗോൾഡൊക്കെ ഇങ്ങനെ പ്രയോറിറ്റി എന്തുകൊണ്ടാണ് കിട്ടുന്നത്? ഇതെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് ക്യാഷ് കിട്ടുന്ന സാധനം, മറ്റേ കിട്ടും. ഫാഷൻ വേറെ. ഡയമണ്ടിന്റെ വാല്യൂ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മള് വിൽക്കുന്ന അതേ സാധനത്തിൽ അത് പറ്റില്ല. ആ ലിക്വിഡിറ്റി ഇല്ല, തീർന്നു. പ്ലാറ്റിനം ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയ ബ്രാൻഡ് ഇല്ലെങ്കിൽ അത് വിൽക്കാൻ പറ്റും. തീർച്ചയായും അങ്ങനെ തന്നെയാണ് അല്ലേ? പെട്ടുപോകും. ശരി, ശ്രീ പ്രദീപ്, താങ്കൾക്ക് കേരളത്തിൽ കർണാടകയിലേക്ക് ഹോട്ടൽ ശൃംഖലകളുണ്ട്. എന്താണ് ആ ഗ്രൂപ്പിന്റെ പേര്? ഹോട്ടൽ വ്യവസായത്തിന്റെ പേരെന്താണ്? ഓരോ ഹോട്ടലും വേറെ വേറെ പേരുകളാണുള്ളത്. അതെന്താ ഒറ്റ ബ്രാൻഡ് ആക്കാതിരുന്നത്? അങ്ങനെ നമ്മൾ ആലോചിച്ചിട്ടില്ല. കാരണം ഇതിൽ പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ വിവിധ ഹോട്ടലുകൾ വിവിധ പാർട്ട്നേഴ്സ്. ഏതൊക്കെയാണ് നിങ്ങളുടെ ബ്രാൻഡുകൾ നിലവിലുള്ളത്? എൻ്റെ ഒന്നുള്ളത് ഇപ്പം ബക്കളത്ത് സ്നേഹ എന്ന് പറഞ്ഞിട്ടുണ്ട്, ചാലോട് മാൻഡ്രൻ സ്കൈ, മടിക്കേരി ആണെങ്കിൽ ഓക്സി റിച്ച്, ഇപ്പോൾ റീസെൻ്റ്ലി വയനാട്ടിൽ സ്കൈസിയാണ്, അതിനകത്ത് ഞാൻ ചേർന്നിട്ടുണ്ട്. ഇതാണിപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ഹോട്ടലുകൾ. തില്ലങ്കേരി നിങ്ങൾക്ക് ഒരു ഹെറിറ്റേജ് ഹോം ഇല്ലേ? ശൈലേശ്വരി ക്ഷേത്രത്തിനടുത്തായിട്ടൊരു ബെസ്റ്റ് ഹെറിറ്റേജ് ഹോം എന്ന് പറഞ്ഞിട്ട് ഒരു 10-30 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു നല്ല ഒരു പഴയ വീട് മോഡിഫൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് രംഗത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രികൾക്ക് ആവശ്യമായ എല്ലാ മെഷീനറികൾ. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വുഡ് വർക്കിംഗ്, ഓയിൽ മില്ല്, ലെയ്ത്ത് വർക്ക്ഷോപ്പ്, സർവീസ് സ്റ്റേഷൻ എന്നിങ്ങനെ ഇതൊക്കെ സാധാരണക്കാരായ ജനങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്ന സംവിധാനങ്ങളാണല്ലോ. അതെ, അതിന് വേണ്ട മുഴുവൻ യന്ത്ര സംവിധാനങ്ങളും അത് കണ്ണൂരിലും കോഴിക്കോടുമായിട്ടൊരു 4 നിലയിലുള്ള വലിയ ഷോറൂം തന്നെയുണ്ട്. കണ്ണൂർ കാൽടെക്സിനാണുള്ളത്, കോഴിക്കോട് ചാലപ്പുറത്ത്. ഒരുവിധം മെഷീൻസ് ഒക്കെ സ്റ്റോക്കിൽ തന്നെയുണ്ട്, റെഡി എടുത്തു കൊടുക്കാൻ പറ്റും. എങ്ങനെയുണ്ട് ഈ ഓണക്കാലം നിങ്ങളുടെ ഹോട്ടൽ വ്യവസായവും ഈ പറയുന്ന മേഖലകളിലും ഒക്കെ? കാരണം ആളുകളുടെ എപ്പോഴും പർച്ചേസിങ് ടെൻഡൻസി കൂടുന്നത് ഉത്സവ സീസണിലാണ്. എപ്പോഴും ആൾ കരുത് അടുത്ത ഓണം വരട്ടെ. ഓണത്തിനാണ് കേരളം, പ്രത്യേകിച്ച് കേരളത്തിൽ. എങ്ങനെയാണ് ആ ഒരു പർച്ചേസ് ടെൻഡൻസി? ആ ഒരു മെഷീനറി സംബന്ധിച്ചിട്ട് ഓണം വിഷു എന്നൊന്നുമില്ല. എന്നിരുന്നാലും ഈ വാങ്ങിയ ആളുകൾ ഓണത്തിന് കുറച്ച് ദിവസം മുമ്പ് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളൊരു ടെൻഡൻസി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓണത്തോടടുപ്പിച്ച് കുറച്ച് മുമ്പേ ആയിട്ട് ഒരു നല്ല എൻക്വയറീസ് വരും, നല്ല ഓർഡേഴ്സ് വരുന്നുണ്ട്. അത് സപ്ലൈ ആ സമയത്താണ് നമുക്ക് കുറച്ച് ഷോർട്ട് ആവുക. കാരണം എല്ലാവരും ഈ സമയത്തൊരു ഓർഡർ തരുന്ന ഹോട്ടലിൽ ചെറിയൊരു ഷോർട്ടേജ് വരും. എന്നാൽ നമ്മൾ സ്റ്റോക്കിലുള്ളത് കൊണ്ട് ഒരുവിധം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഈ ഹോട്ടൽ വ്യവസായം പൊതുവേ നമ്മൾ മലയാളികൾ ഇപ്പോൾ ഡിന്നറൊക്കെ പുറമെ ആളുകൾ ഹോട്ടലിലേക്ക് പോകാൻ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബിസിനസ് ഗ്രോത്ത് എങ്ങനെയാണ്? നമുക്ക് പണ്ട് വീട്ടിൽ നിന്ന് മാത്രമേ ആളുകൾ ഭക്ഷണം കഴിക്കുള്ളൂ. വർഷത്തിൽ ഒരു തവണ മറ്റോ പുറത്ത് പോയി കഴിക്കും. പക്ഷേ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രെൻഡ്? അതൊരു നല്ല മാറ്റമുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോവിഡിന് ശേഷം ജനങ്ങൾ എൻജോയ് ചെയ്യുന്ന രീതികളിൽ വളരെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മൾ അടുത്ത തലമുറക്ക് വേണ്ടി പൈസ സ്വരുക്കൂട്ടി വെക്കുക എന്നുള്ള സ്വഭാവത്തിലാണ് നമ്മളൊക്കെ ഉണ്ടായിരുന്നത്. ഇന്നൊരു പരിധി വരെ നമ്മൾ ജീവിക്കുക എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വീക്കെൻഡുകളിൽ ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും വന്ന് ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യുക, പിന്നെ വീടുകളിൽ നിന്ന് മാറി താമസിക്കുക, ഹോട്ടലിൽ വീക്കെൻഡുകളിൽ വന്ന് താമസിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ടൂറിസം പ്ലേസുമായിട്ടുള്ള അടുത്തുള്ള ഹോട്ടൽ ഇപ്പം മടിക്കേരിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓണം തുടങ്ങിയതോടുകൂടെ ഇപ്പം ഭയങ്കര റഷാണ്, റൂം കിട്ടാനില്ല.
ഓണത്തോടുകൂടെ സീസൺ തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ അത് ഫെബ്രുവരി, മാർച്ച് അപ് ടു ജൂൺ മഴ വരെ അങ്ങനെ പോകും. അപ്പോൾ അത് നല്ല നിലക്കും മടിക്കലിക്ക് എപ്പോഴും സീസണാണ്. എപ്പോഴും സീസണാണ്. മടിക്കലിയോട് ജനങ്ങൾ ഇത്രയധികം ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണ്? അവിടെ ഒരുപാട് പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണാൻ നമുക്കുണ്ടല്ലോ. 10-12 ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ വന്ന് 1-2 ദിവസം താമസിക്കുക, ഈ സ്ഥലങ്ങളൊക്കെ കറങ്ങി കാണുക എന്നുള്ളൊരു ചിന്തകളിലേക്ക് ഒരുപാട് മലയാളീസ് തന്നെ മടിക്കലിൽ കൂടുതലുള്ളത്. ഈ ട്രെൻഡ് എന്താണ്? താങ്കൾ ഈ പുതിയ തലമുറയിലെ ന്യൂ ജെൻ ട്രെൻഡുകളെ കുറിച്ച്, താങ്കൾ ഇപ്പോഴും ചെറുപ്പക്കാരൻ തന്നെയാണ്, എന്നാലും ഒരു താങ്കളുടെ ചിന്ത എങ്ങനെയാണ് പോകുന്നത്? ഒരു ട്രെൻഡറിയുടെ ഒരു വ്യാപാരി എങ്ങനെയാണ് കാണുന്നത്? ട്രെൻഡ് അറിയാവുന്നത് നമ്മൾ പർച്ചേസ് എപ്പോഴും എല്ലാ മാസവും പുറത്തു പോകും. ബോംബെ, ഡൽഹി, കൽക്കത്ത, വാരാണസി എല്ലാം 45 ഡേയ്സിൽ നമ്മൾ ഒരു പർച്ചേസ് ടീം എപ്പോഴും കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് പുതിയ ട്രെൻഡ് എന്താണെന്ന് അറിയില്ല. ഈ ട്രെൻഡ് എങ്ങനെയാണ് നിങ്ങൾ അനലൈസ് ചെയ്യുന്നത്? കാരണം ഈ സ്ഥലത്ത് പർച്ചേസ് ആണ്, ട്രെൻഡ് ഇവിടെ അനലൈസ് ചെയ്യണമല്ലോ. കുട്ടികളൊക്കെ ചിന്തിക്കുന്ന ഏത് വഴിക്കാണ്, അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ? ട്രെൻഡ് ഇപ്പം വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും വരുന്നുണ്ടല്ലോ, ഓരോരോ ഐറ്റംസും വരുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ കുട്ടികൾ വരുന്നത്. പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇതുണ്ടോ എന്ന് വെച്ചിട്ടല്ലേ വരുന്നത്. ഒരു പിക്ക് എടുത്തിട്ട് പോയി ഇത് വേണമെന്ന് പറയും. അത് നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്താൽ നടക്കും. അതല്ല പോയി ഇനിയിപ്പോൾ കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കണം, കസ്റ്റമൈസ്ഡ് ചെയ്ത് കൊടുക്കണം. കസ്റ്റമർ വരും, ഇന്ന സാധനം വേണം. ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ കാട്ടി ഇത് വേണമെന്ന് പറയും. അപ്പോൾ അത് നമ്മൾ തിരഞ്ഞു പിടിച്ച് എത്തിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണം. എളുപ്പമല്ല, പണ്ടത്തെ പോലെയല്ല, റെഡിമെയ്ഡാണ്, ബ്രാൻഡിൻ്റെ. പണ്ട് നമ്മളെപ്പോഴും ഷർട്ടുകളൊക്കെ തയ്യൽ സ്ഥാപനങ്ങളിൽ അളവെടുത്തിട്ട് പാൻറ് ഷർട്ടൊക്കെ തയ്ക്കുക ചെയ്യും. അതെ, ഇന്ന് തയ്യൽ ഷോപ്പുകൾ ഇല്ലാതായിരിക്കും. നമ്മൾ ഏത് നഗരത്തിൽ പോയാലും ഇപ്പോൾ കോടിയേരി ഉൾപ്പെടെയുള്ള നേതാക്കൾ തലശ്ശേരിയിൽ ഒരു ബീവർ എന്നൊരു സ്ഥാപനത്തിലാണ്. ഞാനും കുറേ കാലം അവിടെ ഷർട്ട് കൊടുത്തിരുന്നു. ഇന്ന് അവിടെ ഒരു ആളുകൾ തയ്യൽ എന്നൊരു കൺസെപ്റ്റ് മാറി. അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തയ്യലിനുള്ള കൺസെപ്റ്റ് മാറി. ഇപ്പം ഓരോരോ പരിപാടിക്കും ഫംഗ്ഷനും ആൾക്കാർ പുതിയ ഷർട്ട് ഇടുന്നു. പണ്ടത്തെ പോലെയല്ല, യൂസ് ആൻഡ് ത്രോ എന്ന മോഡലാണ് പോയിരുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ 2 ആഴ്ചയും 3 ആഴ്ചയും കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫാഷനും മാറി. ഇപ്പം പെട്ടെന്ന് പർച്ചേസ്. ഈ റെഡിമെയ്ഡിന്റെ ഒരു സൈസ് എങ്ങനെ, ഇതെല്ലാം അളവെടുത്ത് നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ മനുഷ്യർ പണ്ട് കണ്ടിരുന്നത്. അപ്പോൾ ഈ സൈസ് ആളുകളുടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സൈസൊക്കെ കൊടുക്കാൻ എങ്ങനെയാണ് സാധിക്കും? അത് ഓരോരുത്തരും സൈസ് ഉണ്ടല്ലോ, മീഡിയം, ലാർജ്, എക്സൽ എന്ന് പറഞ്ഞിട്ട് സൈസ് ഉണ്ടല്ലോ. ആ സൈസ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാലോ. കഴിഞ്ഞ ദിവസം EP ജയരാജനെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു താങ്കളുടെ സ്ഥാപനത്തിൽ ഷർട്ട് എടുത്ത കഥ. ഞാൻ ചോദിച്ചു ഈ ഷർട്ട് എങ്ങനെയാണ്, അതിപ്പോൾ റെഡിമെയ്ഡ് എടുക്കരുത്. അപ്പോൾ റെഡിമെയ്ഡ് അങ്ങനെ സൈസോ, അതെല്ലാം അവിടെ പോകുമ്പോൾ സൈസ് ഒക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ കസ്റ്റമറാണ് അല്ലേ? ഞാൻ വളരെ യാദൃച്ഛികമായിട്ട് സംസാരിക്കും. നല്ല വെള്ള ഷർട്ട് ഇട്ടിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചതാണ്. സ്റ്റാർച്ചുള്ള ഷർട്ട് XXL. ഈ സ്റ്റാർച്ചുള്ള ഷർട്ട് കുറച്ച് കൂടുതൽ കച്ചവടമാകുന്നുണ്ട് ഇപ്പോൾ. കുറച്ച് രാഷ്ട്രീയക്കാരും പൊളിറ്റീഷ്യനും ഇടുന്നതല്ലേ, എല്ലാവരും വാങ്ങുന്നുണ്ട് അല്ലേ? നമുക്ക് തിരിച്ചു വരാം. പക്ഷേ സുജയ്, ഈ ഇപ്പോഴത്തെ ജനറേഷൻ, പണ്ട് നിങ്ങൾ തീരുമാനിക്കുന്ന ഡിസൈനാണ്, ഞാൻ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ. ഇപ്പോഴത്തെ ജനങ്ങളുടെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? ഈ ആഭരണങ്ങൾക്ക് വരുന്ന വഴികൾ ഏതാണ്? പണ്ടൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് രാജ്കോട്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? ഇപ്പോഴും പ്രീമിയർ മാനുഫാക്ചറിങ് സെന്ററുകൾ രാജ്കോട്ടും ബോംബെയും കാൽക്കട്ടയും, അതായത് ഓരോ റീജിയനിലും അതിൻ്റെതായ തനത് ഡിസൈനുകളുണ്ട്. അതിനൊക്കെ വളരെ പ്രസക്തിയുണ്ട് ബ്രൈഡൽ മാർക്കറ്റിൽ. പക്ഷേ എവ്രി ഡേ ജ്വല്ലറിക്കാണ് ഇപ്പോൾ കുറച്ചുകൂടെ യങ്ങർ ജനറേഷൻ താല്പര്യം. അത് വളരെ നർമ്മമായ ലൈറ്റ് വെയിറ്റ് ഡിസൈനുകളാണ് കൂടുതൽ ഇപ്പോൾ പോകുന്നത്. അതായത് ഒന്നാമത് സ്വർണ്ണത്തിൻ്റെ വിലയും കൂടി, പിന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത്ര ഹെവി ആയിട്ടുള്ള സാധനം, ഒരുപാട് കാഴ്ചയുള്ള സാധനം ഇടാൻ വലിയ താല്പര്യം. അതെ, ഇപ്പോൾ വളരെ നർമ്മമായ ഡയമണ്ടിലേക്ക് താല്പര്യം കൂടുതലാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട്. പിന്നെ വേറെ ട്രെൻഡ് ഇപ്പോൾ കണ്ടുവരുന്നത്, മുമ്പൊക്കെ നമ്മൾ 40 ഗ്രാം അല്ലെങ്കിൽ 60 ഗ്രാമിൽ പണിതരുന്ന സാധനം തന്നെ ഇപ്പോൾ അതേ സാധനം ഒരു 3 പവനിലോ അല്ലെങ്കിൽ 2.5 പവനിലോ ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങളായി. 2.5 പവനിലേക്ക് വന്നു. അതേ കാഴ്ചയിൽ തന്നെ സാധനം വെയിറ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമായി. പിന്നെ ഇപ്പൊ പ്രൊഡക്ഷൻ സ്പീഡും കൂടി. ഇപ്പൊ 3D പ്രിന്റിംഗ് മാതിരിയുള്ള ഒരുപാട് ആധുനിക ടെക്നോളജി. അതായത് ഇപ്പൊ 3D പ്രിന്റിംഗ് ചെയ്തിട്ട് കാസ്റ്റിംഗിന്റെ ബേസ് ഉണ്ടാക്കി അത് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമ്മൾ ഹോൾസെയിലേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യും. കേരളത്തിൽ നിർമ്മാണ കേന്ദ്രങ്ങളുണ്ടോ? ഒരുപാടുണ്ട്. തൃശ്ശൂരാണ് അത് മെയിനായിട്ട് ആസ്ഥാനം തൃശ്ശൂരാണ്. ഇപ്പൊ മലപ്പുറത്തും കോഴിക്കോടൊക്കെ ഒരുപാട് യൂണിറ്റുകൾ വരുന്നുണ്ട്. വളരെ ആധുനിക രീതിയിലുള്ള വർക്ക്ഷോപ്സ് ഉണ്ട്.
അപ്പോൾ അങ്ങനെ കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ഡിസൈനുകൾ ഇപ്പം നാട്ടിലും ചെയ്തു തുടങ്ങി. ഈ മറ്റ് സ്റ്റേറ്റുകളിൽ വരുന്ന ഈ സ്വർണ്ണാഭരണങ്ങളുടെ ക്വാളിറ്റി പ്യൂരിറ്റി എങ്ങനെയാണ് നടക്കാൻ കഴിയും? ഇപ്പൊ എല്ലാം HUID എന്ന് പറഞ്ഞ BIS സംവിധാനമുണ്ട്. ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ആണ്. അതായത് BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഒരുക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതായത് ഒരു ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ ഈ സാധനം ഹോൾമാർക്കിംഗ് സെന്ററിൽ കൊണ്ടുപോയി ഹോൾമാർക്ക് ചെയ്യണം. അത് BIS ഓതറൈസ്ഡ് ആണ്. BIS വളരെ കർശനമായ ടെസ്റ്റിംഗ് രീതികളും BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ലക്ഷക്കണക്കിന് മോഡലുകൾ, ലക്ഷക്കണക്കിന് ആഭരണങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് കൊണ്ട് ചെയ്ത് അത്രയും അധികം സെന്റേഴ്സ് ഉണ്ട്. ഇപ്പോ കൃത്യം നമ്പർ എനിക്ക് കണ്ണൂർ ജില്ലയിലുണ്ട്. കണ്ണൂരിൽ തന്നെ ഏകദേശം 4 ലബോറട്ടറികളുണ്ട്, ടെസ്റ്റിംഗ് സെന്റേഴ്സ് ഉണ്ട്. അവിടെ നമ്മളിപ്പോൾ സാമ്പിൾ കൊണ്ടുപോയാൽ അതിലൊരു സാമ്പിൾ ടെസ്റ്റ് ചെയ്യും. നമ്മളൊരു കുറച്ച് ജ്വല്ലറി കൊണ്ടുപോയാൽ അതിലൊരെണ്ണം അവർ ഡിസ്ട്രക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യും. അല്ല ഇപ്പൊ നമ്മുടെ ഫോണില് BIS ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് ജ്വല്ലറിയുടെയും HUID കോഡ് എൻട്രി ചെയ്താൽ അത് ആരും നിർമ്മിച്ചതാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണാം. അത്രയും ട്രാൻസ്പെറന്റ് ആണെന്ന്. അപ്പൊ അത് ഉപഭോക്താവിനെ അതിലുള്ള വിശ്വാസം അത്രയും കൂടാനുള്ള ഒരു കാരണമാണ്. നമുക്ക് അത്രയും ധൈര്യമായിട്ട് മേടിക്കാം. 4 സ്ഥലമുണ്ട്. ഈ ജ്വല്ലറിക്കാരെല്ലാം ഏത് കമ്പനിയാണെങ്കിലും നിർമ്മിച്ച് അത് സീൽ ചെയ്തിട്ടാണ് നിങ്ങൾ എടുത്തു വരിക. അതെ, ഒന്നുകിൽ നമ്മൾ മാനുഫാക്ചറിങ് നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയി ചെയ്യും. അത് വേറെ മാനുഫാക്ചർ ചെയ്യുന്നതാണെങ്കിൽ അവരത് കുറച്ചുണ്ട് ഞങ്ങൾക്ക് നാട്ടിലെ കുറച്ച് ഡിസൈൻസ്. തൃശ്ശൂർ എത്ര സ്ഥാപനങ്ങളുണ്ട് ഇങ്ങനെ നിർമ്മാണ കമ്പനികൾ? ഒരുപാട്. കണ്ണൂരത്തേക്കാൾ ഒരുപാട് കൂടുതലുണ്ട് തൃശ്ശൂർ ഗോൾഡിന്റെ ഒരു ഹബ്ബാണ്. യെസ്, നമുക്ക് തിരിച്ചു വരാം. പ്രദീപ് ജി, ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു ഹൈടെക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ ഈ നൽകുന്ന മിഷനറികൾ ഇപ്പം ഈ പറയുന്ന മില്ലൊക്കെ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് പോയി, എല്ലാം വലിയ ബ്രാൻഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് അതിനെ അതിജീവിക്കാനുള്ള ടെക്നിക്ക് എങ്ങനെയാണ്? കോർപ്പറേറ്റും ബ്രാൻഡുകളൊക്കെ വന്നാലും നാട്ടിൻപുറത്ത് ഇപ്പോൾ ഒരുപാട് മില്ലുകൾ വരുന്നുണ്ട്. അതതിനെ ബാധിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെ സെയിൽസ് വെച്ച് നോക്കിയാൽ അങ്ങനെ ബാധിച്ചിട്ടില്ല. പിന്നെ ആളുകൾക്ക് നമ്മളെ നാട്ടിൻപുറത്ത് നമ്മൾ തന്നെ കൊണ്ടുപോയി പൊടിപ്പിക്കുക എന്ന് പറയുന്ന ക്വാളിറ്റിയിൽ ഒന്നുകൂടെ ഒരു വിശ്വാസം. അപ്പോൾ അവരങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹോട്ടലുകളായാൽ പോലും അവർ സാധനം വാങ്ങിക്കൊണ്ടുപോയി പൊടിപ്പിച്ച് കൊണ്ടുവന്ന് പൊടി ഉപയോഗിക്കുന്നൊരു ഘട്ടമുണ്ട്. കാരണം പൊടി അവൈലബിൾ ആണെങ്കിൽ പോലും ഇവരിപ്പം ധാന്യങ്ങൾ വാങ്ങിക്കൊടുത്തിട്ട് പൊടിപ്പിച്ചിട്ട് കൊണ്ടുവരാണ്. അപ്പോൾ എൻ്റെ വിശ്വാസ്യത ഒരു ക്വാളിറ്റി ഒന്നുകൂടെ നന്നാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ കാര്യം. അങ്ങനെ ഒരു മാനസികമായ ഒരു ചിന്ത ഉണ്ട്. ഇപ്പം അതുകൂടാതെ മെഷീനറി വെച്ചിട്ട് നിങ്ങൾ സാധനം കൊണ്ടുവന്നിട്ട് നിങ്ങളെ മുന്നിൽ നിന്ന് പൊടിച്ച് കാണിച്ചിട്ട് ചെയ്തു തരും. അപ്പോൾ അത് അവർക്ക് നല്ലൊരു സന്തോഷമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെയൊക്കെ ആളുകൾ അതിനൊക്കെ സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ ഈ തിരക്കുകൾക്കിടയിൽ? മനുഷ്യന് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭക്ഷണങ്ങളിൽ മായം എന്നുള്ളൊരു ചിന്ത ജനങ്ങളെ വല്ലാതെ, എല്ലാവർക്കും ജീവിക്കാനുള്ള ആഗ്രഹം എന്നല്ല, ചിലപ്പോൾ അത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ ശരീരം നോക്കുക എന്നുള്ളൊരു ചിന്തകളിലേക്ക് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ മായമില്ലാതെ കഴിക്കുക, ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു സ്ഥിതികളിലേക്ക് വരുന്ന ആളുകൾ വളരെ കാര്യമായിട്ടും. പിന്നെന്ന് പറഞ്ഞാൽ ഈ ചില അപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, സദ്യകൾ കൂടുതൽ ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ ഈ ഒരു രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നതായിട്ട് കാണുന്നത്. നേരിട്ട് ഡയറക്റ്റ് സാധനങ്ങൾ. എത്ര ഐറ്റം നിങ്ങൾ നിർമ്മിക്കുന്നുണ്ട് മൊത്തം നിങ്ങളുടെ ഫാക്ടറിയിലൂടെ? എത്ര യന്ത്ര സാമഗ്രികളുടെ നിർമ്മാണമാണ്? എണ്ണം പറയാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ടാണ്. അത്ര ആളുടെ ആവശ്യം അനുസരിച്ചിട്ട് അത് എല്ലാം നിർമ്മിക്കുന്നില്ലെങ്കിൽ കുറെ നമ്മൾ ട്രേഡ് ചെയ്യുന്നതാണ്, വാങ്ങി ചെയ്യുന്നതാണ്. വളരെ കുറച്ച് ഐറ്റം, ഹൈഡ്രോളിക് ഐറ്റംസ് ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ കേരളം പൊതുവെ ഒരു വ്യവസായ സൗഹൃദമല്ല എന്നാണ് പറയുന്നത്. താങ്കൾ എത്ര വർഷമായി ഈ എഞ്ചിനീയറിംഗ് രംഗത്ത്? ഞാനിപ്പോൾ 30ഓളം വർഷമായി. എന്താണ് കേരളത്തെ കുറിച്ച് അങ്ങനെ ഒരു ചിന്ത വരുന്നത്? താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? വ്യവസായ സൗഹൃദമല്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഞാൻ എവിടെ നിന്നാണ് തുടങ്ങി ഇപ്പോൾ എവിടെയുള്ളതെന്ന് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ മിഷനറിയാണ്. ഈ ഹോട്ടലുകളൊക്കെ അതിന് ശേഷം വന്ന കാര്യങ്ങളാണ്. 30 വർഷമായിട്ട് ഞാൻ ഉറച്ചു നിൽക്കണ വിഷയം. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ പുതിയ ഒരുപാട് മെഷീനറീസ് വന്നിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മൾ പഠിച്ച മെഷീനറികൾ ആളെ പഠിപ്പിച്ചിട്ട് സപ്ലൈ ചെയ്യുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. ഇന്ന് ഇവരൊക്കെ പറഞ്ഞതുപോലെ ആളുകൾ പഠിച്ചിട്ട് വന്നിട്ട് നമ്മളോട് ഇങ്ങോട്ട് പറയാം ഇന്ന പണിക്കുള്ള സാധനം വേണം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ പണ്ട് നമ്മൾ കുറച്ചൊരു അറിവും ഒരു മാർക്കറ്റ് ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യാം. ഇന്ന് ക്വാളിഫൈഡ് ആളുകൾ തന്നെ വേണം. ഇപ്പൊ എൻ്റെ മിഷനറി ഡിവിഷൻ നോക്കുന്ന മോനാണ്.
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. എന്താണ് അതിൻ്റെ പേര്? അക്ഷയാണ്. അക്ഷയ് പ്രദീപ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇപ്പം 5-6 വർഷമായിട്ട് പുള്ളിയാണ് മെഷീനറി ഭാഗം നോക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഉണ്ടെങ്കിലൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ഘട്ടമേ വരുന്നുള്ളൂ. അങ്ങനെ മകൻ വന്നപ്പോഴാണ് ഞാൻ മറ്റു മേഖലകളിലേക്ക് ഇറങ്ങി. ഏതാണ് സുഖം? ഹോട്ടൽ വ്യവസായമാണോ നിങ്ങളുടെ ഈ മിഷനറീസ് പ്രൊഡക്ഷൻ? സുഖം എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന സുഖത്തിൻ്റെയൊക്കെ എല്ലാ കാരണം മിഷനറിയാണ്. പക്ഷെ അവിടെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ വന്ന ജനങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള സമയം പോലും ഇല്ല. അതിനൊരു ഡിഫിക്കൽറ്റി ഉണ്ട്. അത് അധിക സ്ഥാപനങ്ങളിലും ഹിന്ദിക്കാർ അവരൊക്കെ വർക്ക് ചെയ്യണം. ഇവർക്ക് ഈ മിഷൻ നാളെ വേണ്ടതാണ് എന്ന് പോലും ചിന്തിക്കാനുള്ള മാനസിക അവസ്ഥയില്ല. ഇവർ കെട്ടും പോൾട്ടും അഴിഞ്ഞു പോയാൽ അതിൻ്റെ മേലെ അങ്ങനെ തന്നെ അടിച്ചു വിടും. ഇതിന്റെ ഡാമേജ് ആവും. അതിന്റെ ഉടമ എന്ന് പറഞ്ഞ ആള് കാശിറക്കി എന്നല്ലാതെ അത് എന്തുകൊണ്ട് ഡാമേജ് ആയെന്ന് എന്തിനാണെന്ന് ഒന്നും ചിന്തിക്കാനുള്ള സമയവും സാവകാശം അവർക്കില്ല. അപ്പൊ ഇവരിത് കംപ്ലൈന്റ് ആയെന്ന് പറയുമ്പോഴത്തേക്ക് അവരാകെ വയലന്റ് ആകുക. അപ്പോൾ ചിലപ്പോൾ ഇന്നിപ്പം പറഞ്ഞാൽ എന്താ നിശ്ചിൻ്റെ എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ആളല്ലല്ലോ. നാളെ മെക്കാനിക്ക് പോകണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ സാധനം വരാൻ സമയം പിടിക്കും. ഇത്തരം അവസരങ്ങളിൽ ചില ആളുകളുടെ ആക്രോശം അത് ഒരു സഹിക്കാൻ പറ്റാതെ നമ്മൾ അൺസഹിക്കബിൾ എന്നൊക്കെ പറയില്ലേ, അത് വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ആ ഹോട്ടലിന്റെ സുഖം അനുഭവിക്കുന്നത്. എന്ത് ഇഷ്യൂ ഉണ്ടായാലും അന്ന് സെറ്റിൽ ആവും. ഇന്നത്തെ ഇഷ്യൂ ഇന്ന് വൈകുന്നേരം കൂടെ സെറ്റിൽ ആവും. നാളെ ഒരിക്കലും ഇഷ്യൂ മാറ്റി വെക്കുന്നില്ല. പക്ഷെ ഇത് കൊല്ലങ്ങളോളം കടന്നു. അതാണ് പ്രശ്നം. അതെ, കൂടുതൽ തലവേദന സൃഷ്ടിക്കും. എന്നാൽ ഏറ്റവും സുഖം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അച്ചീവ്മെന്റ് എല്ലാം ഇതിലൂടെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ സുഖം അനുഭവിക്കുന്ന കുറച്ച് ഹോട്ടൽ ബിസിനസ്സിലും അതിനൊരു സുഖമുണ്ട് അല്ലേ? ഇനി വന്ന വഴി മകനും അനുഭവിച്ചിട്ട് വരട്ടെ. എന്നിട്ട് അവരെ നമ്മൾ ഹോട്ടൽ വ്യവസായത്തിൽ പുതിയ വ്യവസായം ആലോചിക്കുന്നുണ്ടോ? സുജോയ്, ഇപ്പം നിങ്ങൾ ഈ 1/2 നൂറ്റാണ്ട് കാലമായി ശരിക്കും എപ്പോഴാണ് മഹാറാണി ഗ്രൂപ്പ് തുടങ്ങുന്നത്? 76 തൃശ്ശൂരിൽ അല്ലേ? പിതാവുണ്ട്, വളരെ ആക്റ്റീവാണ്, സ്ഥാപനങ്ങളൊക്കെ പോകുന്നുണ്ട്. തീർച്ചയായും. തൃശ്ശൂരിൽ എത്ര ഷോറൂം ഉണ്ടായിരുന്നു? ഒരെണ്ണം. കണ്ണൂർ ഏരിയയല്ല വരുന്നത്? 1990. 35 വർഷം. 35 വർഷത്തിലേക്ക് കടക്കണം അല്ലേ? ഈ മേഖലയിൽ തന്നെയാണോ നിൽക്കുന്നത്? വേറെ ഏതെങ്കിലും മേഖല? ഇല്ല. സ്വർണ്ണാഭരണ വിപണന മേഖല, നിർമ്മാണം നിങ്ങൾക്ക് വേണ്ടി മാത്രം, പുറത്തേക്ക് നിങ്ങൾ നിർമ്മിച്ച് നൽകുന്നില്ല. എന്താണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു എക്സ്പീരിയൻസ് ഈ ബിസിനസ്? നിങ്ങൾ മക്കളുടെ ഈ ബിസിനസ്സിൽ തന്നെയാണ്. എന്താ വേറെ മേഖലയും ആലോചിക്കാതിരിക്കുന്നത്? സേഫ് സോണിൽ നിൽക്കാന്നുള്ളതാണ്. സ്ഥാനത്തിന്റെ തണലിൽ സ്വസ്ഥമായി ബിസിനസ് ചെയ്യാൻ ആലോചിച്ചിട്ടാണ്. അല്ല, ഈ ബിസിനസ് തന്നെ നന്നായി കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചാലഞ്ചിങ് ആണ്. താങ്കൾ എത്ര വർഷം മുമ്പാണ് ഇതിനകത്തേക്ക്? ഞാനിപ്പോൾ 22 വർഷമായി. 22 വർഷം മുമ്പ് താങ്കൾ വരുമ്പോഴും ഇപ്പോഴുള്ള ഒരവസ്ഥയിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ കുറച്ചുകൂടെ കോമ്പറ്റീഷൻ കൂടിയുണ്ട്. ബിസിനസ് കൂടിയിട്ടുണ്ട്, എന്നാൽ അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കൂടിയുണ്ട്. കോമ്പറ്റീഷൻ കൂടുന്നതിനൊപ്പം നമ്മുടെ മാർജിനുകൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ അത് തരണം ചെയ്യാന്നുള്ളത് തന്നെ ഒരു ഫുൾ ടൈം ഒരു എന്താ പറയുക, നമുക്ക് ചിന്തിക്കാൻ ഒരുപാടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് കോസ്റ്റ് കുറയ്ക്കണം, ഒരുപാട് എഫിഷ്യൻസീസ് കൂട്ടണം. അപ്പോൾ വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാനുള്ളൊരു സാവകാശം കിട്ടിയിട്ടില്ല വേറെ മേഖലയിലേക്ക് തിരിയാൻ. പക്ഷെ ഞങ്ങളിവിടെ ഇപ്പം 2011 ഞങ്ങൾ തലശ്ശേരിയിൽ അപ്പോൾ ഇപ്പോൾ 2 ഷോറൂം കൊണ്ട് തലശ്ശേരിയുണ്ട്. ഈ 22 വർഷം മുമ്പ് നിങ്ങൾ വരുമ്പോഴുണ്ടാകുന്ന ആഭരണങ്ങളുടെ ട്രെൻഡ് ഇന്നത്തെ തലമുറയിലെ ട്രെൻഡ് നിങ്ങൾ നേരത്തെ പറഞ്ഞത് അതിന്റെ മെയിൻ മാറ്റങ്ങൾ ഏതൊക്കെ ആഭരണങ്ങളിലാണ് മാറ്റങ്ങൾ പ്രതിഫലിച്ചിട്ടുള്ളത്? മെയിനായിട്ട് ഈ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിക്ക് ഒരുപാട് പ്രാധാന്യമാണ്. അത് ഞാൻ എന്റെ ചോദ്യം ഇതാണ്. ഈ കാതിലിടുന്നത്, കഴുത്തിലിടുന്നത്, കയ്യിലിടുന്നത്, അതിനൊക്കെ പല ഇഷ്ടങ്ങളാണ്. അതെങ്ങനെയാണ്? അല്ല, ജ്വല്ലറി എല്ലാം പോകുന്നുണ്ട്. കാതിലിടുന്നതും കഴുത്തിലിടുന്നതും അല്ല, ജ്വല്ലറി എല്ലാ ഇപ്പോൾ എന്താ പറയാ അരഞ്ഞാമാരിടുന്ന ആൾക്കാരുണ്ട്. എല്ലാത്തിനും ഈക്വൽ പ്രാധാന്യം. പുരുഷന്മാർ പൊതുവെ ഈ സ്വർണ്ണാഭരണങ്ങളുള്ള അവരുടെ ട്രെൻഡ് ബ്രേസ്ലെറ്റ്സ്, പിന്നെ നല്ല കാഴ്ച കൂടിയ റിങ്ങുകൾ. ഇപ്പൊ പല മോട്ടീവ്സ് ഉള്ള റിങ് വരുന്നുണ്ട്. ഇപ്പോൾ സിംഹത്തിന്റെ തല അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ള റിങ്സ് വരുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് ഡിമാൻഡ് ഉണ്ട്. ഇപ്പം ഈ പുതിയ ആധുനിക മാനുഫാക്ചറിങ് രീതികളിൽ ഒരുപാട് കാഴ്ചയുള്ള സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വെയിറ്റ് കുറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു ചോദ്യം, ഇപ്പം നമ്മൾ വാച്ച് കിട്ടും. വാച്ചിനിപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ GC ഉണ്ട്, ടൈറ്റാൻ ഉണ്ട്, അർമാനി ഉണ്ട്, റാഡോ ഉണ്ട്, ഇങ്ങനെ ഓരോ ബ്രാൻഡുകളുണ്ട്. സ്വർണ്ണാഭരണത്തിൽ അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടോ? അങ്ങനെ പറയാൻ പറ്റും?
ബ്രാൻഡുകൾ ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര ഹൈ പ്രൊഫൈൽ ബ്രാൻഡുകൾ അധികം. ഏത് രാജ്യങ്ങളാണ് അങ്ങനെ ഹൈ പ്രൊഫൈൽ? പാശ്ചാത്യ രാജ്യങ്ങളിൽ ടിഫനീസ്, യൂറോപ്പിൽ ടിഫനി, കാർട്ടിയർ, പിന്നെ ഗ്രാഫ്, ബൾഗാരി, അവരൊക്കെ സ്വർണ്ണാഭരണങ്ങൾ വളരെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ. അവരൊക്കെ വളരെ എക്സ്ക്ലൂസീവ് പീസസ് ഉണ്ടാക്കുന്നതാണ്, വലിയ മാർജിനിൽ അതൊക്കെ ഒരു ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. മാർജിൻസിലാണ് അവിടെ. ആക്ച്വലി പാശ്ചാത്യ രീതിയിലൊക്കെ ജുവലറി ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ മാർജിൻ ബിസിനസ്സാണ്. ഹൈ മാർജിൻ ലോ വോളിയം. നമ്മുടെ ഇവിടെ നേരെ തിരിച്ചാണ്, വെരി ഹൈ വോളിയൂംസ് ലോ മാർജിൻ. അപ്പൊ അതൊരു വലിയൊരു ഘടകമാണ്. ഇന്ത്യയിൽ ഈ പറയുന്ന വെസ്റ്റേൺ കൾച്ചറിലുള്ള ബ്രാൻഡുകൾ കച്ചവടം ചെയ്യുന്നുണ്ട്. മെട്രോസിലുണ്ട്, ഡൽഹി, ബോംബെയിലൊക്കെ ഉണ്ട്. കേരളത്തിൽ അങ്ങനെ ഇല്ല, ഒരു സ്ഥലത്ത് വന്നിട്ടില്ല. ലോകത്തെ എല്ലാ ബ്രാൻഡുകളും ഇവിടെ വന്നു കഴിഞ്ഞില്ല, ഇത് വന്നിട്ടില്ല. ഇത് അവർക്ക് എളുപ്പമല്ല. കേരളത്തിൽ എളുപ്പമല്ല. സുജായി എപ്പോഴും ആലോചിക്കുന്നു അങ്ങനെ ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്തതിനെ കുറിച്ച്? ഉടനെ ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കാൻ പറ്റില്ല, അത്ര ഹൈ ആണ് അല്ലേ? അങ്ങനെ അതൊരു പുതിയ അറിവ് കേട്ടോ. എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നാറുള്ള ഒരു സംശയമായിരുന്നു. അതേ ചോദ്യം തന്നെയാണ് കെ അഷ്റഫിനോട് ചോദിക്കാറുള്ളത്. ഈ ഷർട്ടുകളൊക്കെ ചില സിനിമാ താരങ്ങളും അതുപോലെ തന്നെ ഇപ്പം യൂസഫ് അലിക്ക് ഇടുന്ന ചില ഷർട്ടിൻ്റെയൊക്കെ വില ലക്ഷങ്ങളാണ്. അതുപോലെ ഷംസീർ വയലി, അതുപോലെ തന്നെ അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർ ആസാദ് മൂപ്പൻ, അല്ലെങ്കിൽ ഷെട്ടി, ഇവരൊക്കെ ഇടുന്ന ഷർട്ടിനെ കുറിച്ചൊക്കെ വില, അതുപോലെ സൂപ്പർ സ്റ്റാറുകൾ, ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാറുകളൊക്കെ ഇടുന്ന ഷർട്ടുകളൊക്കെ ലക്ഷങ്ങളുടെ വില പറയാറുണ്ട്. അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ നാട്ടിലേക്ക് വരുന്നുണ്ടോ? നിങ്ങളുടെ സ്ഥാപനത്തിലുള്ള അങ്ങനെയുള്ള ഏറ്റവും വലിയ ബ്രാൻഡ് ഏതാണ്? നമ്മൾക്ക് മധുര കോട്സിലെ ലൂയി ഫിലിപ്പ്, വാനുസൈൻ, അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡും ഉണ്ട്. അത് ഇന്ത്യയിലെ നോർമൽ. വിദേശത്തു നിന്നുള്ള ബ്രാൻഡ് അർമാനി മറ്റേ അങ്ങനെ പറയുന്നതെല്ലാം ഇവിടെ അഫോർഡബിൾ അല്ല. അതൊക്കെ ഈ പറഞ്ഞ മാതിരി സെലിബ്രിറ്റിയും മറ്റെല്ലാം ഉപയോഗിക്കുന്നത്. അത് ഈ ലക്ഷങ്ങൾ വില വരുന്ന ഒരു ഷർട്ടൊക്കെ എത്ര വില വരുന്നുണ്ട്? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? 25,000 എബോ ഉണ്ട് ഒരു ഷർട്ടല്ലോ. 1 lakh വരുന്ന ഷർട്ട് 25,000 എബോ ആണ്. അങ്ങനെയാണ് വരുന്നത്. ഈ സ്ത്രീകളുടെ സാരി സങ്കല്പത്തെക്കുറിച്ച്, ഒരു കല്യാണത്തിന് ഒറ്റ ദിവസത്തേക്ക് എടുത്ത സാരിക്ക് 5 ലക്ഷം 10 ലക്ഷം ഒക്കെ കൊടുത്ത ആളുകൾ വാങ്ങുന്നുണ്ട്. ആ ഒരു വിവാഹ വസ്ത്രങ്ങളുടെ ഒരു സങ്കല്പത്തിൽ ഗ്രാൻഡ് തേജസ് എന്തൊക്കെയാണ്? നിങ്ങളുടെ ഒരു സങ്കല്പം എന്താണ്? അതിനകത്ത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? വിവാഹ വസ്ത്രം എന്ന് പറയുന്നത് അവരൊരു എവർ മെമ്മറി ആയിട്ട് നിൽക്കേണ്ട സാധനമാണല്ലോ. ഒരു തവണ ഉപയോഗിക്കുമെങ്കിൽ അതെപ്പോൾ സൂക്ഷിച്ചു നോക്കും, മരിക്കുന്നത് വരെ സൂക്ഷിച്ചു നോക്കുമല്ലോ. അപ്പോൾ അതിൽ ഗോൾഡ് ത്രെഡൊക്കെ വീവ് ചെയ്ത് കഴിഞ്ഞാലാണ് 1 lakh എബോ ആവും. സ്വർണ്ണത്തിൽ സ്വർണ്ണ നൂല് എത്ര ലക്ഷം വരെയുള്ളതാണ് നിങ്ങളുടെ അടുക്കുള്ളത്? അത് സാരികൾ എത്ര ലക്ഷം രൂപ വരെ വിലയുള്ള വിവാഹ സാരികളുണ്ട് നിങ്ങളുടെ സ്ഥാപനം? നമ്മുടെ സ്ഥാപനത്തിൽ ഒരു മാക്സിമം 2 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ വരെ വരുന്ന സാരിന്റെ കസ്റ്റമർ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതൽ വരുന്നവരാണെങ്കിൽ ഒന്നുകിൽ കാഞ്ചീപുരം പോയിട്ട് വീവ് ചെയ്യിക്കും, അതല്ലെങ്കിൽ ഹൈ ടൗണിലെവിടെയെങ്കിലും പോയിട്ട് എടുക്കും, അങ്ങനെയുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഓർഡർ ചെയ്തിട്ട് വരുത്താനേ പറ്റുള്ളൂ, സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല. ഈ കല്യാണ സ്വാമി ഈ കാഞ്ചീപുരം ഒക്കെ പോകുമ്പോൾ നിങ്ങളും പോകാറുണ്ടോ? ഏതൊക്കെ സ്ഥലത്താണ് പോകാറ്? നമ്മൾ കല്യാണ പരസ്യത്തില് ഈ സ്വാമി ഇങ്ങനെ സഞ്ചരിച്ച് നെയ്തുള്ള അങ്ങനെ ഒരു സത്യത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാറുണ്ടോ? എവിടേക്കാണ് അത് പോയിട്ടുള്ളത്? ഈ കാഞ്ചീപുരം തന്നെ വീവേഴ്സിന്റെ അടുത്ത് പോകും. എന്താണ് അവിടുത്തെ ഒരു രീതി? എങ്ങനെയാണ് അവിടുത്തെ? നമ്മളൊരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു 20 days കൊണ്ട് നമ്മൾ പറഞ്ഞ ഡിസൈൻ വീവ് ചെയ്തിട്ട് നമുക്ക് തരും, കളറും കാര്യങ്ങളെല്ലാം. അത് വേറെ ആൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോണ്ടാക്ട് ഉണ്ടാക്കും. അങ്ങനെ നമ്മുടെ ഡിസൈൻ നമുക്ക് തന്നെ തരണമെന്ന് പറയും. അത് നിങ്ങളുടെ ഡിസൈനർ ഉണ്ടോ? ആ ഡിസൈനർ നമുക്ക് ഡിസൈനുണ്ട്, നമ്മൾ ഫാഷൻ ഡിസൈനറും BMH എല്ലാം ഉണ്ട്. ചെറിയ പണിയല്ല അല്ലേ? സാധാരണ ഈ നാട്ടുകാർക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നതിന് വലിയൊരു പ്രയത്നം ഉണ്ടല്ലേ? അതുപോലെ കളറും ഇപ്പോൾ പർപ്പിൾ കളർ ഇപ്പം നല്ല മൂവായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ കളർ ഇറക്കണം. മെറൂണ് റെഡ് എന്ന് പറയുമ്പോൾ റെഗുലർ കളറാണ് റെഡെങ്കിൽ, അത് മാറി ഇപ്പം സ്കിൻ ടോണിലുള്ള കളറായി. അപ്പോൾ ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഒരു പാറ്റേൺ വേറെ ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല. അതാണ് നിങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റ്. എത്ര തവണ പോകും നിങ്ങൾ ഈ സ്ഥാപനങ്ങളിലേക്ക്? ഈ കാഞ്ചീപുരമൊക്കെ ഇവര് ഒരു കാഞ്ചീപുരത്തിൽ 60 days ഒരു പ്രാവശ്യം പോകും. അല്ലാതെ നമുക്ക് 3 സ്ഥാപനവും ഫില്ല് ചെയ്യാൻ പറ്റൂല, പിടിച്ചു നിൽക്കാനും പറ്റൂല. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇത്രയും സാഹസപ്പെട്ട് പർച്ചേസ് ചെയ്ത് സാധനം നമ്മൾ ഇവിടെ എത്തിക്കുന്നു, ഈ മാർക്കറ്റ് എങ്ങനെയാണ് അത് സ്വീകരിക്കുന്നത്? അതിന് ചോദ്യം നിങ്ങളുടെ ഒരു ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വിദേശത്തുള്ള പല ബ്രാൻഡുകളും ഇവിടെ കൊണ്ടുവന്ന താങ്ങാൻ കഴിയില്ല നിങ്ങൾ പറഞ്ഞു. ഈ പോകുമ്പോൾ അതിൻ്റെ കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? വലിയ ചിലവുണ്ടല്ലോ. ഇത് പോയി ഒരു ഡിസൈൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരു ഡിസൈൻ രൂപകൽപ്പന ചെയ്യുന്നത്. അതെങ്ങനെയാണ് അത് കൊണ്ടുനടക്കാൻ പറ്റുന്നത്? മാർജിൻ മാർജിൻ
അതൊരു മാന്യമായ രീതിയിലുള്ള മാർജിൻ ഇട്ട് മാർജിൻ കിട്ടും. ലാഭകരമാണ്. ലാഭകരമാണ്. പക്ഷെ ഏത് വ്യാപാരിയോട് എങ്ങനെയുണ്ട് കച്ചവടം എന്ന് വെച്ചാൽ ആൾ പറയുന്നത് ആവറേജ് നല്ല കച്ചവടം ഉണ്ടെന്ന് എപ്പോഴും നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങൾ പറയുന്നുണ്ടോ? നമ്മൾ പറയും. എന്താണ് പ്രദീപ് ആ കാര്യത്തിൽ താങ്കളുടെ? ഇപ്പം ഞാൻ സാധാരണ ഒരു വ്യാപാരിയോട് എങ്ങനെയുണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്, നല്ല കച്ചവടം ഉണ്ടെന്ന് ഇപ്പോൾ അശോക് ഭായിയാണ് പറയുന്നത്. എങ്ങനെയാണ് താങ്കളുടെ ഫീലിംഗ്? പൊതുവെ താങ്കളുടെ ബിസിനസ്? എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ നെഗറ്റീവ് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് നെഗറ്റീവ് ആയി ഇപ്പൊ ചൈനക്കാരെ കണ്ട ചൈനക്കാരെ നമ്മളെ വിഷ് ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങൾ വലിയ സമ്പന്നനാകട്ടെ എന്നാണ്. നമ്മൾ ഗുഡ് മോർണിംഗും ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞ് സുഖമാണെന്നെല്ലാം ചോദിച്ച് ചെറിയ അസുഖവും പറഞ്ഞങ്ങ് പോകും. ചൈനക്കാരെ വിഷ് ചെയ്യുന്നത് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് റിച്ച് ആകട്ടെ, വലിയ സമ്പന്നനാകട്ടെ എന്നാണ് അല്ലേ? ശരിക്കും അങ്ങനെയല്ലേ സുജയ്? അത് എങ്ങനെയാണ്? ഞാനൊന്നും പൊതുവെ നെഗറ്റീവ് പറയാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. കാരണം എപ്പോൾ ചോദിച്ചാലും വളരെ ഹാപ്പിയാണ്. കച്ചവടം എങ്ങനെ വളരെ നല്ലത്, പിന്നെ ആർക്കെങ്കിലും ഒന്നും കൊടുക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കുക. അപ്പോൾ സംഗതി ഒന്നും കയ്യിലില്ലെങ്കിൽ പോലും ജനങ്ങളുടെ ധാരണ ഇയാളെ കയ്യിലെടുത്താൽ തീരാ സംഭവം. കാരണം നമ്മൾ നെഗറ്റീവ് പറയുന്നില്ല. എന്ന് ചോദിച്ചാൽ റെഡി, പൈസ എടുത്താൽ തന്നെ പിടിച്ചോ. അത് ആ ഒരു സ്വഭാവം നമ്മൾ കൊണ്ടുപോകുന്നതുകൊണ്ട് നമ്മളടുത്ത് 10 പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ഒരു ജനങ്ങൾ വിശ്വസിക്കാത്തൊരു സാഹചര്യമാണ്. ചില ആൾ അത്യാവശ്യമായിട്ട് പൈസ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റിയില്ലല്ലേ, വീണ്ടും നെഗറ്റീവും പരിപാടി, ഇത്രയും പൈസയും വെച്ച് അയാൾ തന്നില്ല എന്നും പറയും. അങ്ങനെ ഒരു നെഗറ്റീവും കൂടെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എപ്പോഴും പോസിറ്റീവ്. പിന്നെ നമ്മുടെ സ്റ്റാഫിനല്ല കൊളീഗ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇഷ്ടം. ഇവരുടെ ഇടയിൽ നമ്മൾ മോശമാണെന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് എല്ലാം താല്പര്യം പുറകോട്ട് പോകും. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ ട്രൈ ഒന്നും കൂടെ കുഴപ്പമില്ല, ഓക്കെ വെരി ഗുഡ്, ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. യെസ്, സുജയുടെ തന്നെ ചോദിക്കാം. ഇപ്പോൾ രാജ്കോട്ട് ഉൾപ്പെടെ പല സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവന്ന് വരുന്നുണ്ട്. ഇവരുടെയൊക്കെ പേയ്മെൻറ്റ് ഇപ്പോൾ പല മാർക്കറ്റിൽ കേൾക്കുന്ന ഒരു ഡയലോഗാണ്, കടയിൽ സാധനം കൊടുത്താൽ. ഇപ്പം ഈ സൂപ്പർ മാർക്കറ്റുകളെ കുറിച്ചും എല്ലാ സാധനങ്ങളെ കുറിച്ചും കേൾക്കാറുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ, അതിൻ്റെ ഒരു അവസ്ഥ എന്താണ്? പേയ്മെൻറ്റ് ടേംസ് നമ്മൾ ആദ്യമേ നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ ഏതൊരു കച്ചവടത്തിനാണെങ്കിലും പേയ്മെൻറ്റിന് ടേംസ് കിട്ടാന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് ആണ്. 2 രീതിയിലുണ്ടാവും. നമ്മൾ അപ്ഫ്രണ്ട് ഉടനെ പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു % കുറച്ച് തരും. നമ്മൾ ദൈർഘ്യം കൂടുന്നതനുസരിച്ച് അവരുടെ കോസ്റ്റ് കൂടും. അപ്പോൾ അതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്. ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ക്രെഡിറ്റ് കൂട്ടിയെടുക്കുന്നു, നമ്മുടെ കയ്യിൽ റെഡി പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നു, കുറച്ചുകൂടെ ലാഭം കൂട്ടിയെടുക്കുന്നു. എപ്പോഴെങ്കിലും ഈ വ്യവസായം ഒരു പ്രതിസന്ധിയായി ഒരു തലവേദനയായി തോന്നിയിട്ടുണ്ട്? എപ്പോഴെങ്കിലും? കാരണം കോവിഡ് കടന്നുപോയി. കോവിഡ് കാലമൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു? തകർന്നു പോയത് നമ്മളെല്ലാവരും. എന്തായാലും കോവിഡ് കാലം അത് കഴിഞ്ഞാലും പൊതുവെ ഈ സ്വർണ്ണാഭരണങ്ങൾക്കൊരു ഡിമാൻഡ് കുറഞ്ഞില്ല, അത് സ്റ്റഡി ആയിരുന്നു. ലോക്ക്ഡൗൺ കഴിഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബിസിനസ് തന്നെയായിരുന്നു. പിന്നെ ആ സമയത്ത് വിലയും ഒരുപാട് കയറി, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബിസിനസ് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നമുക്കൊരു, കാരണം ഗ്രോസ് ടേൺ ഓവർ വെച്ച് നോക്കുമ്പോൾ വില കൂടുന്നതനുസരിച്ച് നമ്മൾ ടേൺ ഓവർ കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്പർ ഓഫ് യൂണിറ്റ്സ് കുറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ എമൗണ്ട് കൂടും, ഗ്രാംസ് അല്ലെങ്കിൽ അത് കുറയും, ക്വാണ്ടിറ്റിയുടെ വോളിയം കുറയും. അതെ, പക്ഷെ ഗ്രോസ് ടേൺ ഓവർ എപ്പോഴും കൂടി തന്നെ ഇരിക്കും. ആലോചിക്കണം. അതൊരു വലിയ ബ്രാൻഡ് ഇല്ലെന്നാണ് പറയുന്നത്. മലയോര മേഖലയുടെ ഒരു സ്ഥിര കേന്ദ്രമാണ് അല്ലേ? അതിനൊരു സാധ്യതയുണ്ടോ? എങ്ങനെയാണ് ജീവനക്കാരെ ചെയ്യുന്നത്? പണ്ട് തൊഴിലാളികളെ കൊണ്ടുനടക്ക്, പ്രത്യേകിച്ച് മലയാളികൾ, സ്റ്റാഫ് കൂടുതൽ മലയാളികളാണ്. എങ്ങനെയാണ് അവരെ കൊണ്ടുനടക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് അവരുടെ ഒരു പാറ്റേൺ? പഴയ പോലെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു കൊളീഗ്സ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും ഒരു താല്പര്യത്തിൽ, ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആ സ്ഥാപനത്തിൻ്റെ ഒരു സംസ്കാരം അത് എങ്ങനെയാണെന്ന് അനുസരിച്ചിരിക്കും അവിടെയുള്ള ഓരോ ജീവനക്കാരുടെയും ആറ്റിറ്റ്യൂഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊരു പോസിറ്റീവ് കൾച്ചർ അങ്ങോട്ട് കൊടുത്താൽ അവിടുന്ന് എപ്പോഴും ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ് നമുക്ക് കിട്ടാറ്. IT മേഖലയിൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു റിപ്പോർട്ടുണ്ട്, ഒരു ദമ്പതികളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പോലും മാനസിക ഉല്ലാസം കിട്ടുന്ന ഒരു സമയം കിട്ടുന്നില്ല. അത്രയേറെ സംഘർഷഭരിതമാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. താങ്കളുടെ സ്ഥാപനങ്ങളുടെ ജീവിതം നമ്മൾ ആദ്യം മുതലേ ടാർഗറ്റ്സ് ഇല്ല, പ്രഷർ നമ്മൾ പരമാവധി കൊടുക്കില്ല. നമ്മൾ കസ്റ്റമറായിട്ടുള്ള ഒരു നല്ല ഇടപഴകൽ ഓരോ സ്റ്റാഫും ഉണ്ടാവണമെന്ന് മാത്രമേ നമ്മൾ സ്ട്രെസ് ചെയ്യാറുള്ളൂ. നമുക്കൊരു വളരെ ബേസിക് ആണ് നമ്മുടെ, അങ്ങനെ നമ്മൾ അത്ര വലിയ സ്ഥാപനമല്ല. നമുക്ക് 2 സ്ഥലത്തും കൂടി ഏകദേശം ഒരു 100 തൊഴിലാളികളാണ്. അതെ, ഡയറക്റ്റ്
ഞങ്ങൾക്ക് ഒരുപാട് 10-20 വർഷമായിട്ടുള്ള ആൾക്കാർ വരെ എത്ര കാലമുള്ള തൊഴിലാളികളുണ്ട് ആ സ്ഥാപനത്തിൽ? ഞങ്ങൾക്ക് 20 വർഷത്തിന് മേലെ തൊഴിലാളികൾ വരെ ഉണ്ട്. 20 വർഷത്തിന് മേലെ വരെയുള്ള തൊഴിലാളികൾ. ഞങ്ങളുടെ അവിടെ അട്രിഷൻ റേറ്റ്സ് വളരെ കുറവാണ്. ഞങ്ങൾ എന്തുകൊണ്ടൊക്കെ അധികം ആൾക്കാർ ലോങ് ടേം നിൽക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഞാൻ കണ്ടുവരുന്നത് ഈ പ്രഷർ ഞങ്ങൾ അധികം കൊടുക്കാറില്ല. എല്ലാവർക്കും ഒരു നല്ലൊരു പോസിറ്റീവ് ഇതാണ് കൊടുക്കാറ്. പുതിയ ബ്രാഞ്ചസോ പുതിയ വിപുലീകരണമോ അങ്ങനെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഉടനെ പ്ലാനിലില്ല. കാണുന്നതനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ. ചോദ്യം, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വ്യാപകമായി കേൾക്കുന്നു. ഇപ്പം അതങ്ങനെ വ്യാപകമായി കേൾക്കുന്നില്ല. അത് പുതിയ ബജറ്റ് വന്നതോടുകൂടി എങ്ങനെയാണ് അത് നിരീക്ഷിക്കുന്നത്? ഈ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പേ തന്നെ ഒരുപാട് ബിസിനസ് ഇപ്പം എല്ലാവരും ബില്ലോട് കൂടിയാണ് കച്ചവടം ചെയ്യണത്. എല്ലാ വ്യാപാരികളും ബില്ലോട് കൂടി തന്നെയാണ് വ്യാപാരം ചെയ്യുന്നത്. അപ്പോൾ തന്നെ അതിൻ്റെ പ്രസക്തി ഒരുപാട് കുറഞ്ഞു. പിന്നെ ഇപ്പം ഈ ഡ്യൂട്ടി കൂടെ കുറച്ചുകൂടി അത് അത്ര ഒരു വയബിൾ അല്ലാത്ത ഇതാവുമെന്ന് എനിക്ക് തോന്നണം. കാരണം മുമ്പ് ഏകദേശം 10%-12% വ്യത്യാസമായിരുന്നു. അപ്പോൾ ഒരു കള്ളക്കടത്ത് ചെയ്യുന്ന ആൾക്കാർ നല്ലൊരു ഇൻസെൻറ്റീവാണ്. അയാൾ ഒരു 10 പ്രാവശ്യം കൊണ്ടുവന്നിട്ട് 2 പ്രാവശ്യം പിടിച്ചാൽ ലാഭം എന്ന് തോന്നുന്നു. കാരണം അതുപോലെ ഡിഫറൻസ് ആയിരുന്നു കുറേ. പക്ഷെ ഇപ്പോൾ ഇത് അത്രയും കുറഞ്ഞു. കാരണം അത് അത്ര ഒരു ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കില്ല. പിന്നെ എൻ്റെ ഒരു ചോദ്യം കൂടി, സാധാരണ മനുഷ്യർ എപ്പോഴും വരുന്നത് പണിക്കൂലി ഇല്ലാതെ ആഭരണം കൊടുക്കുക. പല ചില സ്ഥാപനങ്ങളും ഓഫർ ചെയ്ത് വിൽക്കും. എങ്ങനെയാണ് പണിക്കൂലി ഇല്ലാതെ ഈ സ്വർണ്ണാഭരണം വിൽക്കാൻ കഴിയും? എൻ്റെ അറിവനുസരിച്ച് ഒരിക്കലും സാധിക്കില്ല അത്. കാരണം ഒരു സ്വർണം എന്നുള്ള സാധനം ആഭരണമാവണം. അതിൽ ഒരു പ്രവൃത്തിയുണ്ട്, അതിന് ചെലവുണ്ട്, ഒരാളുടെ പണിയുണ്ട്. അപ്പോൾ അതൊരിക്കലും പണിക്കൂലി ഇല്ലാതെ ഒരിക്കലും കവറാവില്ല. അതെങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. ഇപ്പോഴും ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല അല്ലേ? അതെ. പ്രദീപ്, എത്ര തൊഴിലാളികളുണ്ട്? ഏകദേശം 300-ൽ മേലെ തൊഴിലാളി. ഏത് സ്റ്റേറ്റുകാരാണ്? കൂടുതലും മലയാളികൾ തന്നെ. എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ? അവരുടെ ഒരു അവരെ കൊണ്ടു നടക്കുന്ന 300 പേരെ കൊണ്ടു നടക്കുന്ന ചെറിയ പണി. അതാണ് ഏറ്റവും വലിയ പണി. എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രഗിൾ എന്താണ്? പോസിറ്റീവ് എന്താണ്, നെഗറ്റീവ് എന്താണ്? അതൊരു എന്താ പറയുക, ഒരു തമാശയായിട്ട് എടുത്താൽ മാനേജ് ചെയ്യാൻ നല്ലൊരു സുഖമാണ്. പല പ്രശ്നങ്ങളും ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. നമ്മളതിനെപ്പറ്റി ഒരുപാട് വിഷമിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഒരു സിനിമ കാണുന്നത് പോലെ കുറേ സംഭവങ്ങൾ കാണുന്നു, നമ്മളതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ഇടപെടുന്നു. എല്ലാത്തിനും നമ്മൾ ഡയറക്റ്റ് ഇൻവോൾവ് ചെയ്ത് അവിടെ ഇഷ്യൂസ് ഒരുപാട് കൂടും. അത് നമ്മളൊരു മാനേജർ ലെവലിൽ GM ലെവലിൽ സെറ്റിൽ ചെയ്യാൻ നോക്കുക. നമ്മളിതൊന്നും അറിയാതെ പോലെ പുറത്ത് തട്ടിയിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുക. വേണ്ടി വന്നെങ്കിൽ അവസാന ഘട്ടത്തിൽ അവരെ സ്വകാര്യമായിട്ട് നമ്മൾ ക്യാബിനിൽ വിളിച്ചിട്ട് 2 വാക്ക് പറഞ്ഞ് അവിടെ തീർന്നു. അല്ലാതെ എല്ലാത്തിലും നമ്മൾ അവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പോയാൽ. പൊതുവെ മലയാളികളുടെ മനസ്സിൽ ഒരു ബിസിനസ്സുകാരൻ, ഒരു അത്യാവശ്യം സമ്പത്തുള്ള ആളുകൾ, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു കാലത്ത് ഭയങ്കര നെഗറ്റീവായിരുന്നു. ഒരു സമ്പന്നൻ, ഒരു പൈസയുള്ള ആൾ എന്ന് പറഞ്ഞാൽ അവനൊരു കുഴപ്പക്കാരനാണെന്നുള്ളതൊക്കെ കാണുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു മനുഷ്യരിൽ. പുതിയ കാലം നൽകുന്ന അനുഭവം എങ്ങനെയാണ്? താങ്കൾ ഈ ബിസിനസ് രംഗത്തൊക്കെ നിൽക്കും ആളുകളുടെ പൊതുവെ ഉള്ളൊരു അപ്രോച്ച്, നിലപാട്, നമ്മളുള്ള സമീപനം, പൊതുസമൂഹത്തിൻ്റെ, ഉദ്യോഗസ്ഥരുടെ, പൊളിറ്റീഷ്യൻസിൻ്റെ? പൊതുസമൂഹത്തിൽ പണം മാത്രമല്ല ഒരു ഘടകം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾക്ക് അവരോട് നമ്മൾ പെരുമാറുന്ന രീതികൾ, നമ്മൾ വാക്ക് പാലിക്കുന്ന വിഷയങ്ങൾ, ഓരോ വാക്കുകൾ പറഞ്ഞാൽ എങ്ങനെ ഇപ്പം പബ്ലിക് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പണം ഒരു ചെറിയൊരു ഘടകം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പം അങ്ങനെ മൊത്തത്തിൽ നമ്മളെങ്ങനെയാണെന്ന് സമൂഹം എപ്പോഴും വിലയിരുത്തുന്നുണ്ട്. ആ വാല്യൂ നമുക്ക് എപ്പോഴായാലും ഇവിടെ പോയാലും കിട്ടും. അത് കിട്ടുന്നുണ്ട്. അതിന് വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ, അഷ്റഫ് ഭായ്, എങ്ങനെയുണ്ട് ഈ തൊഴിലാളി? ഇപ്പോൾ എത്ര സ്റ്റാഫുണ്ട് മൊത്തം 3 സ്ഥലത്തുമായിട്ട്? 3 സ്ഥാപനം 600 സ്റ്റാഫുണ്ട്. 600 സ്റ്റാഫുണ്ട്. എങ്ങനെ നിൽക്കുന്നു? ഇവരെ എങ്ങനെ കൊണ്ടു നടക്കുന്നു? എന്താണ് ഇത്? നമ്മളൊരു ഫാമിലി ആയിട്ട് കണ്ടിട്ട് പോകുന്നു. GT ഫാമിലി എന്ന് പറയും. GT ഫാമിലി. ഓ, ഗ്രാൻഡ് തേജസ് ഫാമിലി. അല്ലാതെ എന്തൊക്കെയാണ് അവർക്ക് നൽകുന്ന എന്റർടൈൻമെന്റ് ഒക്കെ? എങ്ങനെയാണ് അവരെങ്ങനെയാണ്? നിങ്ങൾ വെറും ശമ്പളം കൊടുക്കലും അവരെ കൊണ്ട് പണിയെടുപ്പിക്കലും മാത്രമാണ്? അവർക്കുള്ള ഫുഡ് കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. കൊല്ലം വർഷത്തിലൊരു ടൂർ പോകുന്നുണ്ട്. പിന്നെ ഡെയിലി രാവിലെ ആക്ടിവിറ്റീസ് ഉണ്ട്. എന്താണ് രാവിലെയുള്ള ആക്ടിവിറ്റീസ്? രാവിലെ ഒരു 10 മിനിറ്റ് എന്തെങ്കിലും ഗെയിമോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്പീച്ചും കഴിഞ്ഞിട്ട് ഒരു പോസിറ്റീവ് എനർജി കയറ്റി കൊടുക്കും. അധികം സ്ട്രെസ് ഒന്നും ചെയ്യില്ല. വല്ല HR മാനേജർ കൈകാര്യം ചെയ്യും. HR തീരാത്ത പ്രശ്നമുണ്ട് ഷോറൂം മാനേജർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് 3ാമത് നമ്മളെടുത്ത് എത്തുള്ളൂ. അപ്പോൾ ഒരുവിധം അങ്ങനെ പ്രോബ്ലംസ് ഒന്നും പ്രദീപ് പറഞ്ഞതുപോലെ തന്നെ പ്രശ്നങ്ങൾ തീർത്തു പോകും. ഈ രംഗത്തുണ്ടാകുന്ന പ്രധാന തലവേദനകൾ എന്തൊക്കെയാണ്? ബിസിനസ് രംഗത്ത് താങ്കൾ അനുഭവിക്കുന്ന പ്രധാന തലവേദന? സ്റ്റാഫ് തമ്മിൽ ഏറ്റുമുട്ടലുകളും ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാവും. അത് നമ്മൾ കണ്ടില്ല കേട്ടില്ല അടിക്കണം. എല്ലാവരും കേട്ടെ, എല്ലാവരും പ്രക്ഷേപണത്തിൽ കേൾക്കും. മുതലാളി ഇങ്ങനെ കണ്ടില്ല കേട്ടില്ല. അപ്പം ഇതൊക്കെ എന്തൊക്കെ ഇഷ്യൂ വരുമ്പോൾ HR അടുത്ത് വരും. HR തീർക്കാൻ പറ്റും, HR തീർക്കും. അതും കഴിഞ്ഞിട്ട് തീരില്ലെങ്കിൽ ഷോറൂം മാനേജർ ഉണ്ട്. അവിടെ തീർന്നിട്ടില്ലെങ്കിൽ ലാസ്റ്റ് നമ്മുടെ അടുത്ത് എത്തും.
പ്രോഗ്രാം എന്താണ്? ഭാവിയിൽ ഗ്രാൻഡ് തേജസ് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ല വളരെ ആത്മാർത്ഥമായിട്ട് താങ്കൾ പറഞ്ഞു നല്ല കച്ചവടം കിട്ടി. എന്താണ് ഈ സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ? നമ്മൾ എല്ലാവരും 5 years കൂടുമ്പോൾ ഓരോ ബ്രാഞ്ച് ഇടണം. അടുത്ത ബ്രാഞ്ച് എവിടെയാണ് പ്ലാൻ ചെയ്യുന്നത്? അടുത്ത ബ്രാഞ്ച് ഒന്നുകിൽ കാലിക്കറ്റ് അല്ലെങ്കിൽ കാസർഗോഡ് ആണെങ്കിൽ ഇടണമെന്നുണ്ട്. കാലിക്കറ്റ് അല്ലെങ്കിൽ ഇപ്പൊ തളിപ്പറമ്പിൽ റിന്യൂ ചെയ്തുകൊണ്ട് നല്ലൊരു ബിസിനസ് നല്ല ബിസിനസ് ആയി. സുജയ് അങ്ങോട്ട് വരുന്നുണ്ട്, നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചു. മഹാറാണി ജ്വല്ലറിയുടെ അടുത്ത ഷോറൂം തളിപ്പറമ്പ്. കാരണം തീർച്ചയായിട്ടും ഒരു ശിലാകേന്ദ്രമാണ്. അത് കസ്റ്റമർ വരുമ്പോൾ പറയുന്നുണ്ട് സ്വർണ്ണക്കടയിലാണ് അവൾ കണ്ണൂരിൽ പോയിട്ടാണ് വരുന്നത്, ബാക്കി എവിടെ എടുക്കുന്നില്ല. അങ്ങനെയുള്ളൊരു ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ തളിപ്പറമ്പിനെ കുറിച്ച് ആലോചിക്കാം. അപ്പൊ എന്തായാലും നെറയുടെ സമയം തീരുകയാണ്. മഹാറാണി ജ്വല്ലറിയുടെ പുതിയ ഷോറൂം തളിപ്പറമ്പിൽ വരട്ടെ. ഗ്രാൻഡ് തേജസ് കണ്ണൂർ ജില്ലയിൽ തന്നെ, കോഴിക്കോട്, കണ്ണൂരുണ്ട് ഇപ്പോൾ 3 സ്ഥലത്ത്, കോഴിക്കോട് കാസർഗോഡൊക്കെ പ്ലാൻ ചെയ്യാണ്. ഒരു സ്ഥാപനം പുതുതായിട്ട് വരുമ്പോൾ ഒരു പ്രദേശമാണ് രക്ഷപ്പെട്ടുള്ളത്. എത്ര പേർക്ക് തൊഴിൽ കിട്ടുക? അവിടെ നടക്കുന്ന വ്യാപാരം, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, ഭക്ഷണം, സംസ്കാരം തുടങ്ങിയ സമസ്ത മേഖലകളിലും ഒരു സ്ഥാപനം ഒരു സ്ഥലത്ത് വരുമ്പോൾ ഉണ്ടാകാറുണ്ട്. രാഷ്ട്രീയക്കാർ, സാമൂഹ്യ പ്രവർത്തകർ, സാംസ്കാരിക രംഗത്തുള്ളവർ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, ടാക്സി ഡ്രൈവേഴ്സ്, അങ്ങനെ ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്ന ഒരു ആൾ വളരെ സാഹസപ്പെട്ട സ്ഥാപനം തുടങ്ങുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്ന 100 കണക്കിന് മനുഷ്യരുണ്ട്, പ്രത്യക്ഷമായും പരോക്ഷമായും. അപ്പോൾ ഇവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് തോന്നുന്നു ആരും ഈ നിലക്കൊരു ബിസിനസ്സുകാർ എന്തൊക്കെ ചെയ്യുന്നു, എന്താണ് അവരുടെ അവസ്ഥ, ഓണം കഴിഞ്ഞിട്ട് കച്ചവടം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ആരായുക എന്നുള്ളത് മാത്രം. സാധാരണക്കാരുടെ പക്ഷത്ത് നിന്നാണ് നേർരേഖ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരെ ബാധിക്കുന്ന ഈ വിഷയങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തിയത്. ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു അനുഭവമാകട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾ കരുതുന്നത്. പങ്കെടുത്ത 3 പേർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.